ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ഒരു ഫിഷ് കട്ടിങ് വീഡിയോ കണ്ടില്ലേ, ആ മീനാണിത്. നമ്മുടെ നെടുവ മീനെന്ന് പറയും. ചെറുതിന് ഷീലാവെന്നാണ് ഇവിടെ പറയുന്നത്, വലുതിന് നെടുവ എന്ന് പറയും. അപ്പോൾ ആ ഫിഷാണ് കേട്ടോ. അതിൻ്റെ കുറച്ച് ഭാഗമാണ്, ബാക്കിയൊക്കെ ഞാൻ ഓരോ ഭാഗമായിട്ട് എടുത്ത് മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ബംഗാളി ചേട്ടൻ കട്ട് ചെയ്ത സ്ഥിതിക്ക് നമുക്കൊരു ബംഗാളി ഫിഷ് കറി ആയാലോ എന്ന് ഞാൻ കരുതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബംഗാളി ഫിഷ് കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിരുന്ന് കഴുകിയെടുത്താണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ മഞ്ഞ ഷെയ്ഡ് വരണേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1 ടീസ്പൂണോളം, അല്ലെങ്കിൽ അത്യാവശ്യം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടിയെടുക്കാൻ വേണ്ടി മാത്രമുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക കേട്ടോ. അതായത് മീൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അപ്പോൾ അത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. നന്നായിട്ട് എല്ലാം കൂടി എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു 30 മിനിറ്റ് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പിടിക്കുന്നത് വരെ ഒരു 30 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു ഫ്രൈങ് പാനിൽ എടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ, അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കുക കേട്ടോ. കാരണം ഇത് കൂടുതലും മസ്റ്റാർഡ് ഓയിലാണ് അവിടെ ഉപയോഗിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ ഡിഷാണല്ലോ. അപ്പോൾ എന്നാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഇത് നമ്മുടെ മീനൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഫ്രൈ വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമ്മുടെ ഫിഷ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പോൾ ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ ഫിഷ് ഇവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു കടായിയോ ഏതെങ്കിലും ഒരു പാത്രം എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ അതിലേക്ക് ചേർക്കാൻ പോണത് 2 ടേബിൾ സ്പൂൺ വീതം ജിഞ്ചറും ഗാർലിക്കുമാണ് കേട്ടോ. കുഞ്ഞായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ ചേർക്കാൻ പോണത് സവാളയാണ്. ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വൈറ്റ് ഒനിയൻ ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഈ കളർ നമ്മുടെ ആ ബ്ലൂ കളർ ഒനിയനേ ഉള്ളൂ. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു മീഡിയം സൈസിലുള്ള ഒനിയൻ. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചേർക്കാൻ പോണത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള, നമ്മൾ മീനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അത് മറന്നു പോകരുത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ അതിനു മുമ്പേ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് ഇത്തിരി ഒന്ന് തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് മതി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. ഉള്ളിയൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തപ്പോൾ കണ്ടില്ല, കളറൊക്കെ ഷെയ്ഡ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ആ കടായിലേക്ക് ബാക്കി ആ എണ്ണ കിടപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ചേർക്കാൻ പോണത് 1 ടീസ്പൂൺ ജീരകമാണ്, നമ്മുടെ ക്യുമിൻ സീഡ്. അപ്പോൾ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ അതിലേക്ക് നമ്മളുടെ ആ പേസ്റ്റ്, നമ്മൾ അരച്ച് വെച്ച ആ മിക്സിയിലിട്ട് അരച്ചെടുത്ത പേസ്റ്റും കൂടി, ഉള്ളിയുടെ പേസ്റ്റും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി അത് വഴറ്റിയിട്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എന്നാലും ഒന്ന് മിക്സ് ആവുന്നിടം വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ മല്ലിപ്പൊടി. ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർക്കുക. അപ്പോൾ നമ്മുടെ ആ മല്ലിപ്പൊടി ചേർത്ത് കഴിയുമ്പോൾ ഒന്ന് വഴറ്റി കൊടുക്കണം. കാരണം നമ്മൾ സാധാരണ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം മല്ലിപ്പൊടി ചേർത്തിട്ടാണ് വഴറ്റി കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 2 ടേബിൾ സ്പൂൺ നോർമൽ ചില്ലി പൗഡറുമാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവ് ചേർക്കാം. അങ്ങനെ മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ചേർക്കാം.
അപ്പോൾ നമ്മളുടെ ഒരു ബാലൻസിന്, കാരണം ഇത് ഇത്തിരി എരിവ് കുറഞ്ഞ കറി ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ മുളക് പൊടി ചേർത്തു, നോർമൽ ചില്ലി പൗഡർ ചേർത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ടൊമാറ്റോ ജ്യൂസാണ്. ടൊമാറ്റോ ജ്യൂസ് എന്നല്ല, സോറി, ടൊമാറ്റോ പ്യൂരിയാണ്. അപ്പോൾ അതൊരു 4 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നല്ല പഴുത്ത ടൊമാറ്റോസ് എടുത്തിട്ട് അരച്ചെടുക്കുക. അതിൻ്റെ ഒരു 4 ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ നമ്മൾ ചേർക്കാൻ പോകുന്നത് 4 ടൊമാറ്റോസ്, അത്യാവശ്യം വലിപ്പമുള്ള മീഡിയം സൈസിലുള്ള 4 ടൊമാറ്റോസാണ്. അത് കട്ട് ചെയ്ത് അതും കൂടി ചേർക്കുക. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. തക്കാളിക്കൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു അരക്കപ്പ് വേണ്ട, ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച്, അതായത് അടി പിടിക്കാതിരിക്കാനാണ് കേട്ടോ. അതും കൂടി ചേർത്തൊന്ന് അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പം കാണാം അത്യാവശ്യം ആ ഒരു ചെറുതായിട്ടൊക്കെ ഒന്ന് ബബിൾസൊക്കെ വരുന്നുണ്ട്, വേവുന്നുണ്ട്, തക്കാളിക്ക് നന്നായിട്ട് വേവുന്നുണ്ട്. എന്നാലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കണം. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടോ, തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. അഥവാ വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി നമുക്ക് അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു അധികം നമ്മൾ തിളപ്പിക്കുന്നില്ല, കാരണം എല്ലാം നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവസാനമാണ് മീൻ ചേർക്കുന്നത്. അപ്പോൾ ഇതാ വീണ്ടും ഒരു 1/4 കപ്പും കൂടി ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ആവശ്യത്തിന് ഉപ്പും എരിവും പുളി എല്ലാം കൂടി ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടി അടച്ച് വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കാണാൻ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആ ഗ്രേവിയുടെ ആ ഒരു ടെക്സ്ചറിൽ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് അതിൽ കൂടെ തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നന്നായിട്ട് കുറുകി ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ടൈമിൽ ഒന്നും കൂടി ചെക്ക് ചെയ്യുക. ഉപ്പും പുളി എരിവും നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പം നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ടിരിപ്പുണ്ട്, നന്നായിട്ട് കുറുകി ആ ഒരു ഇതിലായിരിക്കുകയാണ്. എന്നാൽ തക്കാളിക്ക് ഒരുപാട് വെന്ത് ഉടഞ്ഞ് പോയിട്ടുമില്ല, നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ഫ്രൈ ചെയ്ത് വെച്ച, അതായത് ആ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചാൽ നമ്മളുടെ ഫിഷ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഉള്ളി അരച്ച് ചേർക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ആദ്യം ഉള്ളി അരച്ചിട്ട് വേണമെങ്കിലും വഴറ്റിയെടുക്കാം, അല്ലെങ്കിൽ വഴറ്റിയിട്ട് അരച്ചെടുക്കാം. അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ ഫിഷെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അതൊന്ന് മുങ്ങിക്കിടക്കണം, പീസുകളെല്ലാം നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കണം. എന്നാൽ ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഒരുപാടിട്ട് ഈ സ്പൂൺ കൊണ്ട് പണിയാൻ നിൽക്കേണ്ട, കാരണം അതെല്ലാം ഉടഞ്ഞു പോവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ നമ്മുടെ സ്ഥിരം പരിപാടി നന്നായിട്ട് അങ്ങോട്ട് കുലുക്കി കൊടുക്കുക. നന്നായിട്ട് കുലുക്കി ആ ഒരു മിക്സിലെത്തിയ ആ ഒരു മുങ്ങിക്കിടക്കണം, നിൽക്കണ്ടില്ല, ഈ ഒരു പരുവത്തിന് വെച്ചേക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, ഒരു ടീസ്പൂൺ ഷുഗർ ചേർക്കണം കേട്ടോ. 1 ടീസ്പൂൺ ഷുഗർ ഈ റെസിപ്പീൻ്റെ ഒരു ഹൈലൈറ്റാണ്. അപ്പോൾ ആ ഒരു ബാലൻസ് ചെയ്യാൻ, എരിവും ആ പുളി എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഷുഗറും കൂടി ചേർത്തിട്ട് അടച്ച് വയ്ക്കുക, നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ തുറന്നു നോക്കുമ്പോൾ കാണാം നല്ല അടിപൊളിയായിട്ട് ടെക്സ്ചറായിട്ടിരിപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില നിറച്ച് ഒരു പിടി ചേർക്കുക, നല്ലതായിട്ട് മല്ലിയില ചേർക്കുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ബംഗാളി ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു. അപ്പോൾ ഈ റെസിപ്പിക്ക് കൂടുതലും രോഹു, കട്ട്ല അങ്ങനെയുള്ള മീനുകളില്ലേ, ഫ്ലഷ് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന മീനുകൾ, അത് കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. അവരൊക്കെ കൂടുതലും അതാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ആകുമ്പോൾ കുറച്ചും കൂടി ഈ ഒരു ടേസ്റ്റിന് കുറച്ചും കൂടി നന്നായിരിക്കും. എന്ന് വെച്ചാൽ ഇത് മോശമാണെന്നല്ല, ഇത് സൂപ്പറായിരുന്നു കേട്ടോ. ഈ മീൻ ഇതിന് ആപ്റ്റായിരുന്നു. നമ്മുടെ ബാക്കിയുള്ള മീനേക്കാളും ഇത് കുറച്ചും കൂടി നന്നായിരുന്നു ഈ ഫിഷ് കറിക്ക്. എൻ്റെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വല്ലപ്പോഴുമെങ്കിലും മറ്റുള്ള ഫിഷ് കറിയൊക്കെ നമുക്ക് ട്രൈ ചെയ്താൽ, നമ്മളെപ്പോഴും ഫിഷ് കറി കഴിക്കണമല്ലേ, അപ്പോൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് കഴിക്കുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ടോ നല്ലൊരു വ്ളോഗായിട്ടോ വീണ്ടും കാണാം. ബൈ, താങ്ക് യു.